ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി സ്ലീവ് ഡിസൈനുമാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോത്ത് ഞാൻ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടെ ആദ്യം ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് വേണ്ടതായി ഇവിടെ നിന്ന് ആണ് നമ്മൾ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എത്രയാണോ എടുത്തത് അതിനേക്കാൾ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരളവ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൈക്കുഴിയുടെ അളവൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എത്രയാണ് നമ്മൾ ടോപ്പിൽ കൈക്കുഴി നമ്മൾ എടുത്തതുള്ളത് ആ ഒരു ലെങ്ത്ത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടായിട്ടൊരു 3 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് റൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ട് എടുക്കുക. ഈ ഒരു ക്ലോത്തിൽ കിട്ടുന്ന വീതി മൊത്തത്തിൽ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വീതിയിൽ മൊത്തം ഇതുപോലെ സ്ലീവ് റൗണ്ട് ഭാഗം വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ഭാഗങ്ങൾ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് വരച്ചെടുത്ത ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗമല്ലേ അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഞാനൊന്ന് അവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ വരച്ച പോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതാ ക്ലോത്ത് ഈ ഒരു രീതിയിലിട്ടിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ഏകദേശം ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ഞൊറി വിട്ട് കൊടുക്കാം. ഇങ്ങോട്ടിങ്ങനെ ഞൊറിവിട്ട് കൊടുക്കാം. അപ്പോൾ ഞൊറിവിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ അളവ്, അതായത് എൻ്റേത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 6.5 ഇഞ്ച് വേണം. അതിലേക്കൊരു ഏകദേശം 1 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് നമുക്കിങ്ങനെ കിട്ടുന്ന രീതിയിൽ വേണം ഇതുപോലെ മടക്കി തയ്ക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഞൊറിയിട്ട് പോകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്ലീവ് റൗണ്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് തയ്ക്കാനോ തയ്യൽ തുമ്പൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു അളവിന് അനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ ഞൊറി വിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഞൊറി വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കണം നമ്മുടെ സ്ലീവ് റൗണ്ടും അതിലേക്കുള്ള തയ്യൽ തുമ്പും ഉണ്ടോയെന്ന് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഞൊറി എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കര പോലെ വെച്ച് കൊടുക്കാൻ. ഇത് ഈ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്താണ്. ഈ ക്ലോത്തിൽ ഞാൻ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ഒരു പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അയൺ ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മടക്കിയിട്ട് 2 സൈഡിൽ നിന്നും തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതങ്ങനെ പകുതി 2ആക്കി ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് അതിന് പകുതി ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സൈഡ് ഒരു കട്ട് ചെയ്ത ഒരു ഭാഗം മാത്രം ഒന്ന് ഒരു കോൺ ഷേപ്പിലൊന്ന് വെട്ടിയിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു കട്ട് ചെയ്യണ വീഡിയോ എൻ്റെ ഇതിൽ പെട്ടില്ല. അതൊന്ന് ഒരു നമ്മൾ 2 ഭാഗമാക്കി കട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരു പീസ് മാത്രം ഒന്ന് ഒരു കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഞൊറി വിട്ട് വെച്ച ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതാ ഈ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ കര വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ആ ഒരു മൂല ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു കൂർപ്പ് പോലെയുള്ള ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരണം. എന്നിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കര പോലെയുള്ള ഭാഗം ഒന്ന് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം നമ്മുടെ ഈ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് കറക്റ്റ് വന്നാലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സൈഡിൽ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇനി നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തിരിച്ചിങ്ങനെ വെച്ച് കറക്റ്റാക്കി കൊടുക്കുക.
സെൻറ്റർ ഭാഗത്തു നിന്ന് ഇപ്പുറ സൈഡിലേക്ക് അതാ ഇതുപോലെ പിടിച്ചിട്ട് ഞൊറിവുണ്ടാകുമ്പോൾ ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതാ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ ഇതാ ഇതുപോലെ ഒന്ന് കര പോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങോട്ട് മറിച്ചതിന് ശേഷം മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. അപ്പം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മുകളിലൂടെ ക്ലോത്ത് കറക്റ്റാക്കി ഇങ്ങനെ പിടിച്ച് ആ ഞൊറിവിട്ട ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് ഇങ്ങനെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈനായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് സാധാരണ കയ്യിലൊക്കെ വെച്ചത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ 1 ഇഞ്ച് തയ്യൽ തുമ്പുള്ള ആ ഒരു അളവിൽ നമുക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ടോപ്പിൽ വെക്കുമ്പോൾ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇട്ട് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരിക. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പാൻറ്റിൻ്റെ കര ആ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു മാച്ചിങ് ആയിട്ട് തോന്നും. നമ്മൾ ടോപ്പ് പാൻറ്റ് ഇടുമ്പോൾ ഒരു നല്ലൊരു മാച്ചിങ്ങും കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.